നാം സംസാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുത്തരങ്ങൾ നൽകേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ മലയാളത്തിലാണെങ്കിൽ ആര്, എന്ത്, ഏത്, എപ്പോൾ, ഇങ്ങനെ പല വാക്കുകളും നമുക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിന്ന് സ്പോക്കൺ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ്. അപ്പോൾ നമുക്ക് ഡയലോഗ്സ് എളുപ്പമാക്കണം എങ്കിൽ ശരിക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ ഇംഗ്ലീഷ് പദങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, വളരെ സിമ്പിളായ രീതിയിൽ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന വാക്ക് ഹൂ ആണ്. ഹൂ ആര്. എന്നാൽ ഹൂസ് ആരുടെ. ഹൂം ആരെ. WHO ഹൂ ആര്. ഹൂസ് ആരുടെ. ഹൂം ആരെ. എന്നാൽ വിച്ച് ആണെങ്കിലോ WHICH വിച്ച് ഏത്. വാട്ട് WHAT വാട്ട് എന്ത്. വെയർ WHERE വെയർ എവിടെ. എന്നാൽ WHEN വെൻ എപ്പോൾ. വിച്ച് ഏത്. വാട്ട് എന്ത്. വെയർ എവിടെ. വെൻ എപ്പോൾ. എന്നാൽ ഹൗ എങ്ങനെ. HOW ഹൗ എങ്ങനെ. ഹൗ മെനി എത്ര. ഹൗ മച്ച് എന്തുമാത്രം. വൈ എന്തുകൊണ്ട്. HOW ഹൗ എത്ര. ഹൗ മെനി ഹൗ എങ്ങനെ. ഹൗ മെനി എത്ര. ഹൗ മച്ച് എന്തുമാത്രം. വൈ എന്തുകൊണ്ട്. ഇപ്പോൾ ഏകദേശമുള്ള ചോദ്യങ്ങളാണ്, ചോദ്യങ്ങളുടെ ആ വേർഡ്സാണ്, ഇൻട്രോഗേറ്റീവ് വേർഡ്സാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അപ്പോൾ ഈ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൂ ആര്. ഹൂസ് ആരുടെ. ഹൂം ആരെ. വിച്ച് ഏത്. വാട്ട് എന്ത്. വെയർ എവിടെ. വെൻ എപ്പോൾ. ഹൗ എങ്ങനെ. ഹൗ മെനി എത്ര. ഹൗ മച്ച് എന്തുമാത്രം. വൈ എന്തുകൊണ്ട്. അപ്പോൾ ഇത്രയും വാക്കുകൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് സെൻറ്റൻസുകൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഹൂ ആണെങ്കിൽ ഹൂ ആർ യു. നിങ്ങൾ ആരാണ്. ഹൂ ആർ യു. യു ആർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനെ തിരിച്ചിടുകയാണ് ഇവിടെ. ഹൂ ആർ യു. ഓക്കെ, ഞാനത് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളത് ഓർക്കുക. യു ആർ ഹാപ്പി, നീ ഹാപ്പിയാണ്. ആർ യു ഹാപ്പി, നീ ഹാപ്പി അല്ലേ. എന്നാൽ അതിൻ്റെ കൂടെ വാട്ടോ വേറോ വിച്ചോ അല്ലെങ്കിൽ ഹൂവോ ആഡ് ചെയ്താൽ, ഇവിടെ ഞാൻ ആ ഹാപ്പിയെ മാറ്റി നിർത്തുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്. ഹൂ ആർ യു, നിങ്ങൾ ആരാണ്. എന്നാൽ ഹൂ ഈസ് ഹീ ആണെങ്കിലോ, അവൻ ആരാണ്. അപ്പോൾ നമ്മുടെ ആൻസർ പറയുമ്പം ഹീ ഈസ് ഡാഷ് എ ടീച്ചർ. ഹീ ഈസ്. ഹൂ ഈസ് ഹീ. അപ്പം ഹീസ് എന്ന് വരുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയി വരും. ഈസ് ഹീ എന്ന് വരുമ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആവും. ഈസ് ഹീ എന്ന് പറയുമ്പോൾ അവനാണോ. ഓക്കെ, ഹീസ് എന്ന് പറയുമ്പോൾ അവനാണ്. അപ്പോൾ ആ ഈസ് ഹീയുടെ മുമ്പിൽ ഒരു ഹൂ ആഡ് ചെയ്യുമ്പോൾ ഹൂ ഈസ് ഹീ. ഇനി വാട്ട് നോക്കൂ. വാട്ട് ഈസ് യുവർ നെയിം. നമുക്കറിയാം അല്ലേ, എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് യുവർ നെയിം, താങ്കളുടെ പേരെന്താണ്. എന്നാൽ വാട്ട് ഈസ് ദിസ്, ഇതെന്താണ്. എന്നാൽ ഹൂസ് ഹൗസ് ഈസ് ദിസ്, ഇത് ആരുടെ വീടാണ്. ഹൂസ് ഹൗസ് ഈസ് ദിസ്, ഇത് ആരുടെ വീടാണ്. എന്നാൽ വേറെ വെച്ചൊന്ന് നോക്കൂ. വേർ ഈസ് ഷീ, അവൾ എവിടെയാണ്. ഇപ്പോൾ ഷീ ഈസ് ദ, ഷീ ഈസ് ഇൻ ദ ഹൗസ് നോ, ഷീ ഈസ് ഇൻ ദ സ്കൂൾ നോ. ഓക്കെ, വേർ ഈസ് ഷീ. അപ്പോൾ ഷീ ഈസ് എന്ന് വരുമ്പോൾ അത് സ്റ്റേറ്റ്മെൻ്റായി. എന്നാൽ വേർ ഈസ് ഷീ എന്ന് പറയുമ്പോൾ അത് ക്വസ്റ്റ്യനായി. ഓക്കെ, വെൻ വിൽ യു കം, താങ്കൾ വെൻ എപ്പോൾ വരും. വിൽക്കം വരും എന്നാണല്ലോ. അപ്പോൾ വിൽ എന്ന ഓക്സിലറി വെർബ് യുവിന് മുമ്പ് എഴുതിയപ്പോൾ അത് ക്വസ്റ്റ്യനായി. ഓക്കെ, വെൻ വിൽ യു കം, താങ്കൾ എപ്പോൾ വരും. ഹൗ മച്ച് ഈസ് ദിസ് ബുക്ക്, ഈ ബുക്കിന് എത്ര രൂപയായി അല്ലെങ്കിൽ എന്ത് വിലയാണ്. ഹൗ മച്ച് ഈസ് ദിസ്
ബുക്ക്. ഈ ബുക്കിന് എന്ത് വിലയാണ്? ഹൗ മെനി ഹൗസസ് ഹാവ് യു? നിനക്ക് എത്ര വീടുണ്ട്? ഹൗ മെനി, നിനക്ക് എത്ര വീടുകളുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇനി ഹൗ വിൽ യു ഡു ദിസ്, നീ ഇതെങ്ങനെ ചെയ്യും? ഇനി വൈ വെച്ചിട്ടാണെങ്കിലോ, വൈ ആർ യു ലേറ്റ്, നീ എന്താ താമസിച്ചത്? വൈ ആർ യു ലേറ്റ്, നീ എന്തുകൊണ്ടാണ് താമസിച്ചത്? ഓക്കെ. ഇനി നമുക്ക് വേറെ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. വേറെ നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ വേർ ഈസ് ഹീ ഗോയിങ് എന്നാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ അവൻ സ്കൂളിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. എന്നാൽ ആ ഹീസ് ഗോയിങ് എന്നുള്ളത് നമ്മൾ ഈസിനെ ആദ്യം എഴുതാൽ ഈസ് ഹീ ഗോയിങ്, അവൻ പോവുകയാണോ. അവിടെ വേറെ ആഡ് ചെയ്താൽ മതി. വേർ ഈസ് ഹീ ഗോയിങ് എന്തായി? അവൻ എവിടെ പോവുകയാണ്. ഓക്കെ, അവൻ എവിടെ പോവുകയാണ്. ഇനി വാട്ട് വെച്ചിട്ടാണെങ്കിൽ, വാട്ട് ഈസ് യുവർ നാഷണൽ ലാംഗ്വേജ്, ഓർ വാട്ട് ഈസ് ദിസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം. കണ്ടോ, വാട്ട് വെച്ചിട്ട്. എന്നാൽ വിച്ച് വെച്ചിട്ടാണെങ്കിലോ, വിച്ച് ഈസ് യുവർ പെൻ, നിങ്ങളുടെ പേന ഏതാണ്? വിച്ച് ഈസ് യുവർ പെൻ, വിച്ച് ഈസ് യുവർ ഹൗസ്, വിച്ച് ഈസ് യുവർ ബുക്ക്, നിങ്ങളുടെ ബുക്ക് ഏതാണ്? വിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, വാട്ട്, വെയർ, വെൻ, ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, വൈ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ. ഇപ്പം ആരെ, ഹൂ എന്ന് പറയുമ്പോൾ ആര് എന്നാണെങ്കിൽ, ഹൂം എന്ന് പറയുമ്പം ആരെ എന്നാവണം. എന്നാൽ ഹൂസ് എന്നാണെങ്കിൽ ആരുടെ എന്നാവണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായി മനസ്സിലായല്ലോ. ഇതിന് മുമ്പുള്ള വീഡിയോസിലും ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുമ്പുള്ള വീഡിയോസ് കൂടി ഒന്ന് നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങളുടെ കമൻസിന് വളരെയധികം വാല്യൂ എനിക്കുണ്ട്. ഞാൻ അതിനനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നതും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ എക്സസൈസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മലയാളത്തിൽ എഴുതുക. എഴുതിയതിന് ശേഷം ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എപ്പോൾ തിരിച്ചു വരും? തേർഡ് ക്വസ്റ്റ്യൻ, അവൻ എവിടെയാണ് താമസിക്കുന്നത്? അവൻ എവിടെ താമസിക്കുന്നു എന്നായാലും മതി. അവൻ എവിടെയാണ് താമസിക്കുന്നത്? ഫോർത്ത് ക്വസ്റ്റ്യൻ, ആരാണ് ഈ കതക് തുറന്നിടുക എന്നുള്ളത് ഓപ്പൺ ദ ഡോർ, ലെഫ്റ്റ് ദ ഡോർ ഓപ്പൺ, എന്തുവായാലും മതി. ഓക്കെ, ലെഫ്റ്റ് ദ ഡോർ ഓപ്പൺ ആയാലും ഓക്കെ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, അവൾ ആരെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു? വെയിറ്റിംഗ്. അവൾ ആരെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ കൂടെ ആരാണ് വരുന്നത്? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി തന്നെ എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വേർഡ്സുമായിട്ടൊന്ന് ഫെമിലിയർ ആവുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കുള്ള ഡൗട്ട്സുകൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതിന് അപ്പോൾ തന്നെ റിപ്ലൈ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.